ഇനി പുറകോട്ടില്ല എന്നും ഇസ്രയേലിന്റെ പൂർണ്ണനാശം കണ്ടു മാത്രമേ അടങ്ങുകയുള്ളൂ എന്നുമാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 തവണയാണ് ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയത്. അതോടുകൂടി ഇറാന്റെ ക്ഷമ കെടുകയും പശ്ചിമേഷ്യയിൽ അപ്രഖ്യാപിത യുദ്ധം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രയേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായി തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ. ടെൽ അവീവിൽ വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിക്കുകയും ജെറുസലേമിൽ വലിയ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. ഇറാന്റെ ഡ്രോൺ ആക്രമണമാണ് പ്രധാനമായും നടന്നതെങ്കിലും ഇടയ്ക്ക് മിസൈലും പ്രയോഗിക്കുകയുണ്ടായി. അതേസമയം ഇസ്രയേലും ഒട്ടും പുറകിലോട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇറാൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇസ്രയേൽ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ഇതോടെ മധ്യപൂർവ്വ ദേശം കലുഷിതമായി മാറുകയാണ്. ഇസ്രയേൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഇസ്രയേൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ടെഹ്റാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 200-ലധികം ലക്ഷ്യങ്ങൾ തകർത്തതിന് 24 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രത്തിന് സമീപം 2 സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആക്രമണത്തിൽ ഇറാനിലെ 2 ഉന്നത സൈനിക കമാൻഡർമാരും കുറഞ്ഞത് 6 ഉന്നത ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. പ്രതികാരമായി ടെഹ്റാൻ ഇസ്രയേലിന് നേരെ 100 ഡ്രോണുകൾ വിക്ഷേപിക്കുകയുണ്ടായി. എന്നാൽ ഇസ്രയേൽ സൈന്യം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലി പ്രദേശത്തിന് പുറത്ത് അവയെ തടയുകയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയോടെയാണ് ഇറാന്റെ ആണവ പദ്ധതി ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഇറാന്റെ തലസ്ഥാനം ആക്രമിച്ചത്. ഇത് 2 കടുത്ത മിഡിൽ ഈസ്റ്റ് എതിരാളികൾക്കിടയിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിനുള്ള സാധ്യത തെളിയിക്കുകയാണ്. അതിനെ തുടർന്ന് ഇസ്രയേലിന് കഠിനവും വേദനാജനകവുമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ ഇറാനെതിരെ മുൻകൂട്ടിയുള്ള ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രയേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശേഷമാണ് അവരുടെ ആണവ നിലയത്തെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചത്. അതിനിടെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 1-ലധികം കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് യുദ്ധം വീണ്ടും മുറുകുന്നത് എന്നതാണ് പ്രധാന വസ്തുത. ഇസ്രയേൽ ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നശിപ്പിക്കുകയും അതോടൊപ്പം അവരുടെ ഉന്നത ആണവ ശാസ്ത്രജ്ഞരെയും കമാൻഡർമാരെയും കൊലപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിൽ തനിക്ക് ആശങ്കയില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. ഇറാനിലെ പടിഞ്ഞാറൻ ടെഹ്റാൻ, കരാജ് എന്നിവിടങ്ങളെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഇത്തവണ ഇസ്രയേലിന്റെ ആക്രമണം. ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ചുരുങ്ങിയത് 78 പേർക്കെങ്കിലും ജീവൻ നഷ്ടമായി എന്നാണ് വിവരം. കൂടാതെ 300-ലധികം പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇറാനിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇസ്രയേൽ സൈന്യം പറയുന്ന വേളയിൽ തന്നെ ജെറുസലേമിൽ സൈറണുകൾ മുഴങ്ങിയിരുന്നു. ഇരു രാജ്യങ്ങളും വിട്ടുകൊടുക്കാതെ യുദ്ധസമാനമായ രീതികളാണ് കൈക്കൊള്ളുന്നത്. ഇതോടെ മേഖലയിൽ യുദ്ധസമാന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പോലും. പശ്ചിമേഷ്യ അങ്ങനെ വീണ്ടും യുദ്ധക്കെടുതിയിലായി എന്നതാണ് ഇതിന്റെ സങ്കടകരമായ വസ്തുത.